സ്വത്തുക്കളെല്ലാം ഇപ്പൊ എന്റേത് മാത്രമായിട്ട് മാറി. നോക്കിയേ, ആ കാണുന്ന ലൈബ്രറി ഇല്ലേ, അവിടെ നമുക്ക് കയറി ഒളിക്കാം. അയ്യോ രാജാ സാറേ, ഇത് ഏതാ സ്ഥലം മനസ്സിലാവുന്നില്ല. ഇത് ലൈബ്രറിയാണ്. ലൈബ്രറിയാണ്. ഇത് ലൈബ്രറിയാണ്. എടാ കൊരങ്ങ, അത് ഞാനിപ്പോ ശബ്ദം ഉണ്ടാക്കിയില്ലല്ലോ. ഇരിക്കുന്നവന്മാര് അമ്മയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ തട്ടിയെടുക്ക. അയ്യോ, എന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് പോയി. കിട്ടിപ്പോയി. ഇവൻ നമ്മുടെ ശത്രുവാണ്. പടയാളികളെ, ഇവനെ വെറുതെ വിടരുത്. ഈ കുട്ടി നന്നായി വായിക്കുന്നുണ്ടല്ലോ. വായിച്ച് വായിച്ച് ഉറങ്ങിപ്പോയി. ഇവന്മാരിതെവിടെ പോയി? അയ്യോ ദാ ഈ ബുക്കിൽ എന്താ എഴുതിയിരിക്കുന്നേ നോക്കിയേ. എപ്പോഴെങ്കിലും കുട്ടികളെ പോലെ പുസ്തകം ചുമന്നിട്ടുണ്ടോ? പിന്നെ മഹാരാജൻ തോറ്റതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ പ്രജകളൊക്കെ സന്തോഷത്തിൽ ആറാടി. അതേ മോനെ, ഞാൻ നിസ്സാരക്കാരനല്ല. ഒറ്റ പ്രാവശ്യം ഞാൻ 4 ചപ്പാത്തിയാണ് കഴിക്കാറ്. അതെല്ലാവരും കഴിക്കുന്നതല്ലേ. ഇതിലിപ്പോ വലിയ കാര്യമായിട്ട് എന്താ ഉള്ളത്? ഈ ചെറിയ വയറിന് വേണ്ടിയിട്ടാണ് ഞാൻ 4 ചപ്പാത്തി കഴിച്ചത്. അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? നിങ്ങൾ ഞങ്ങളുടെ പ്രോപ്പർട്ടീസിന്റെ പേപ്പേഴ്സ് കൈവച്ചുകൊണ്ട് വലിയ തെറ്റാണ് ചെയ്തത്. ഞങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പേപ്പർ എപ്പോഴാണ് എടുത്തത്? ഇയാള് പറയുന്നത് ചിലപ്പോ ഈ പേപ്പറിന്റെ കാര്യമായിരിക്കും. എനിക്ക് എന്റെ പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് ഇപ്പൊ വേണം. അതിങ്ങ് തിരിച്ചതാ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് യുദ്ധം ചെയ്യേണ്ടി വരും, പറഞ്ഞേക്കാം. ഈ കവിതകൾ കാരണം നിങ്ങൾ ഇങ്ങനെ വൃത്തികെട്ട കവിത ചൊല്ലാറില്ലേ? അത് കേട്ട് സഹിക്കാൻ വയ്യാതെ ആരോ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് പൈസ തന്നിരിക്കുകയാണ്. മുത്തശ്ശിക്ക് ലഡു തിന്നാൻ വായിൽ പല്ലോട്ടും ബാക്കിയില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി മേലാൽ ഞാൻ ഒരു കവിതയും ചൊല്ലില്ല. ഒരിക്കലും ഇല്ല. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ നിങ്ങളെ ഇവിടെ കെട്ടിയിടാൻ പോവുകയാണ്. ഇത് വളരെ തെറ്റാണ്. ഖന്നസറിന്റെ കവിതകൾ അത്ര മോശമൊന്നുമല്ല. ആ കാരണം കൊണ്ട് ജീവിതം മുഴുവൻ അദ്ദേഹത്തെ കെട്ടിയിടാനൊന്നും പറ്റില്ല. അതെ, ഇയാൾ ചൊല്ലുന്ന കവിത കേട്ട് കൊള്ളാമെന്നും അടിപൊളിയെന്നൊക്കെ പറയാറില്ലേ? അതുകൊണ്ടാ നിങ്ങളെയും ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. എടോ, ഇത് അയൽവാസിയാണ്, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അഭിനന്ദിക്കില്ലേ? അതുകൊണ്ടാണല്ലോ പിടിച്ചുകൊണ്ട് വന്നത്. നോക്കൂ, ചില സമയങ്ങളിൽ കുറച്ച് പൊങ്ങച്ചം പറയുന്നേ ഉള്ളൂ. ഖന്നസറ് നല്ലൊരു മനുഷ്യനാണ്. ഇത് പ്രശംസിച്ചതാണോ അതോ കളിയാക്കിയതാണോ? നല്ല മനുഷ്യൻ, അത് തന്നെ ഒരു പ്രശംസയല്ലേ. നിങ്ങൾ അധികം സംസാരിക്കണ്ട. ഞാൻ കവിത ചൊല്ലാം. നിങ്ങൾ മിസ് കാട്കറിനെ വിട്ടേക്ക്, അല്ലെങ്കിൽ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഖന്നസർ, പ്ലീസ് ശാന്തനാകൂ. ഓഹോ, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അല്ല, നിങ്ങൾ എന്റെ കാര്യത്തിൽ വിഷമിക്കുകയാണോ? താങ്കൾ എനിക്ക് വേണ്ടിയല്ലേ അവരോട് തല്ല് പിടിച്ചത്? കാരണം നിങ്ങൾ വളരെ നല്ല അയൽവാസിയാണ്. അതുകൊണ്ട് ഞാൻ കാരണം നിങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാവരുത്. താങ്കൾ നല്ലൊരു അയൽവാസി മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് വളരെ നന്നായി. ബുദ്ധി ചിലപ്പോഴൊക്കെ വൈകിയായാലും വരാം. എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഞാൻ നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കി തരാം. ഞങ്ങളുടെ ഈ നാടകത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാടകത്തിന്റെ പേരാണ് മഹാരാജാവിന്റെ ആത്മകഥ, ദി അൺസോൾഡ് സ്റ്റോറി. അൺസ്റ്റോൾഡ് സ്റ്റോറി അല്ല, അൺഓൾഡ് സ്റ്റോറിയാ. അതിന് നമ്മുടെ നാടകം ഇതുവരെ ആരും ബുക്ക് ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് അൺസോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞത്. ഇനി വെറുതെ സമയം കളയാതെ ആ വാൾപയറ്റിന്റെ റിഹേഴ്സൽ തുടങ്ങാം. ഈ മരം കൊണ്ടുള്ള വാള് കൊണ്ട് പരിക്കേക്കോ അതോ ചെതല് പിടിക്കോ? ജസ്റ്റ് ജോക്കിംഗ്, ബട്ട് ഐ വാസ് സീരിയസ്. ഹണി, ആക്ഷൻ!
ഇതുവരെ ഒരു കൊതുകിനെ പോലും നേരാവണ്ണം അടിക്കാത്തവൻ ഇപ്പൊ ദാ ബണ്ണി അടിച്ച് താഴെ ഇട്ടിരിക്കുന്നു. ഇനി ഹണി ആയിരിക്കും മഹാരാജാവ്. ജോർദാറെ ഹണിക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്ക്. സേനാപതി, നമുക്ക് നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും കൊണ്ടുവരണം. തുടങ്ങ ഹണി. ടേക്ക് വൺ. സേനാപതി, ശാന്തിയോടും സമാധാനത്തിനോടും വേഗം രാജ്യത്തോട് വരാൻ പറ. എന്തായി പറയുന്നേ? ഡയലോഗ് ഇതാ. സേനാപതി, നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും കൊണ്ടുവരണം. തുടങ്ങ്. ടേക്ക് 2. സേനാപതി, സമാധാനത്തിനെയും ശാന്തിയെയും ഈ സ്കൂളിൽ നിന്നാണ് വിളിച്ചോണ്ട് വരേണ്ടത്. എടാ ഹണി, അരി പെറുക്കാതെ പറയ്. സേനാപതി, നമ്മുടെ രാജ്യത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരണം. ഇതൊന്ന് ഓർമ്മിച്ച് പറയടേ. തുടങ്ങ്. ടേക്ക് 3. സന്തോഷിനോടും സമാധാനത്തിനോടും സേനാപതിക്ക് വേണ്ടി ഹോമിയോപ്പതി കൊണ്ടുവരാൻ പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴുതക്ക് തന്നെയാണ് നാണക്കേട്. എന്റെ പൊന്നു രാജൻ സാറേ, ഇത് സാറിനെ കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത്. പക്ഷെ അത് കേട്ട് സാറ് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾ എപ്പോഴും സാറിന്റെ കൂടെ തന്നെ കാണും, ഉറപ്പായിട്ടും. ഞങ്ങളുടെ ചാരന്മാർ രാജാവിന്റെ കൂടെ ചേർന്ന് എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് ചോർത്തി തരാറുണ്ട്. ജാങ്കോ, നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു കള്ള ലക്ഷണം തോന്നിയതാണ്. ടിവിയിൽ ആങ്കർ പറഞ്ഞിരുന്നതല്ലേ വേറെങ്ങ് പോകരുത്, ഞങ്ങൾ ഇപ്പൊ തന്നെ വരുമെന്നാ. പക്ഷെ നീ എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നോ? നമ്മുടെ കയ്യിൽ മഹാരാജന്റെ സ്വത്തുവകകളുടെ എല്ലാ പേപ്പേഴ്സും ഉണ്ട്. എടാ ജാങ്കോ, ഇവന്മാരുടെ കയ്യിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേപ്പർ ഉണ്ടാ. അത് ചുമ്മാ വിട്ടുകളഞ്ഞേക്ക് രാജൻ സാറേ. പ്രോപ്പർട്ടി വരും പോകും. മഹാരാജന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സൈനികരുടെ പേപ്പേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. വേഗം പിടിക്കവനെ. അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് എല്ലാം നമുക്ക് കൈക്കലാക്കണം. അല്ല, ഇതാരാ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ ഈ കുട്ടി എന്തിനാ പേടിപ്പിക്കുന്നേ? അയ്യോ, ഞങ്ങൾ ഇദ്ദേഹത്തെ അല്ലേ പഠിപ്പിച്ചത്, നിങ്ങളെയാണ്. മാത്രമല്ല, ഇത് കുട്ടിയല്ല, ഞങ്ങളുടെ രാജൻ സാറാണ്. മക്കളെ, എന്നെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആടിന്റെ പുറത്ത് കയറിയിരുന്നാണ് കുതിര സവാരി ചെയ്യുന്നത്. കുതിര സവാരി കുതിരയുടെ പുറത്തിരുന്നാ ചെയ്യേണ്ടത്, അല്ലാതെ ആടിന്റെ പുറത്തിരുന്നല്ല. സംശയമുണ്ടോ? കുട്ടികളെ, എന്റെ ഈ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആടിനെ പോലും കുതിരയായാണ് കാണുന്നത്. അവിടെ മിണ്ടാതെ നിക്ക്. എനിക്കിതൊക്കെ ഒന്ന് മുഴുവൻ വായിക്കണം. മോനെ, ഇനി ആ പേപ്പർ നീ ഞങ്ങൾക്ക് തന്നേക്ക. ഇത് തീർച്ചയായിട്ടും സന്നിധ ആൾക്കാരാണ് നമ്മുടെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ വേണ്ടി വന്നത്. കുട്ടികളെ, നിങ്ങൾ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വന്നതാണോ? ഞാൻ പറഞ്ഞത് കൂടിപ്പോയിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ അയൽവാസികളാണ്, അതുകൊണ്ട് ഒരിക്കലും തല്ലി പിടിക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വന്നത് ഞാൻ ഖന്ന സാറിനോട് സോറി പറയണം എന്നല്ല. ഇല്ല, മനസ്സിലാക്കില്ല, സോറിയും പറയില്ല. തെറ്റ് ചെയ്തത് ഖന്ന സാറാണ്, അതുകൊണ്ട് സോറി പറയേണ്ടതും ഖന്ന സാർ തന്നെയാണ്. കൂട്ടുകാരെ, കാര്യങ്ങൾ കൈവിട്ടു പോയെന്നാ തോന്നുന്നേ. ഖന്ന സാറും മേഡവും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. അവര് പിണങ്ങിയിരിക്കരുത്. നിങ്ങൾക്ക് അതേന്ന് പറയാനല്ലാതെ വേറെ ഒന്നും അറിയില്ലേ? ഒരു മിനിറ്റ്, കാട്കർ മേഡവും ഖന്നാസാറും തമ്മിലല്ലേ തല്ലി പിടിച്ചത്? അപ്പൊ പിന്നെ തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെയല്ലേ? പിന്നെ എന്തിനാ ഈ ബണി നമ്മളെ തല്ലുന്നത്? മതി കൂട്ടുകാരെ, നിർത്ത്. പറയുന്ന കേക്ക്. നമ്മൾ ഈ തല്ല് കൂടുന്നത് നിർത്തണം. രണ്ടുപേരും ഇപ്പൊ നല്ല ദേഷ്യത്തിലാ. ആ ദേഷ്യം ആറ് തണുത്ത് കഴിയുമ്പോ രണ്ടാളും കൂട്ടുകൂടിക്കോളും. സംശയമുണ്ടോ? ഓ, ടയർ എങ്ങനെയാ പഞ്ചറായത്? ഖന്ന സാറേ, നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്ന് തീരുമാനിച്ചിരിക്കല്ലേ? കഴിഞ്ഞ ദിവസം രാത്രിയാണ് നല്ല മഴ പെയ്തേ. ഇപ്പൊ എന്തുണ്ടായി? ഞാൻ അതിനിപ്പോ എന്താ ചെയ്ത്? നിങ്ങൾ എന്റെ കാറിന്റെ ടയർ പഞ്ചറാക്കിയിരിക്കുകയാണ്. ഞാൻ ദിവസം പാക്കറ്റ് പാലാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെയാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. അടി കൈ. ഓഹോ, ഇനി കുറ്റപ്പെടുത്തുകയല്ല, കേസാണ് കൊടുക്കാൻ പോകുന്നത്. കേസ്. ഇവിടെ വരൂ മിസ് ഗാഡ്ഗർ. ഈ ചെറിയൊരു കാര്യത്തിന് ഇതുവരെ ആരും കേസ് കൊടുത്ത ചരിത്രമില്ല. ആരും ഒറ്റയ്ക്ക് റേസ് നടത്താറില്ല. യാതൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ ആരും അതിനെ ഫേസ് ചെയ്യാറേയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ അത് ഇവർക്ക് മനസ്സിലാവണ്ടേ? ഇവിടെ വരൂ. അറിവുകളുടെ സുൽത്താൻ, കണ്ടാലൊരു ജെന്റിൽമാൻ. തന്റെ കയ്യിൽ ഒരു സ്ക്രൂ ഉണ്ടെങ്കിൽ ആരുടെ ടയർ വേണമെങ്കിലും പഞ്ചറാക്കാമെന്നാണോ? പക്ഷെ ഞാൻ സ്ക്രൂ കൊണ്ട് ടയറിൽ കുത്തിയിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് കള്ളമാണ്. രാവിലെ മുതൽ ഇദ്ദേഹം എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ രാവിലെ മുതൽ എന്നോട് തല്ലുപിടിക്കുകയാണ്. ഇത് ഞാൻ എന്റെ നമ്പർ പ്ലേറ്റിൽ വെക്കുകയായിരുന്നു.
എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഓട്ടോ. ആരാടാ കല്ല് വലിച്ചെറിഞ്ഞത്? അപ്പൊ നിങ്ങളാണല്ലേ എന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞത്? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കല്ലും മണ്ണും ഒന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെയാണ് വലിച്ചെറിഞ്ഞത്. ഇങ്ങനെയുള്ള തോന്നിവസം ഇവിടെ വേറെ ആരും തന്നെ ചെയ്യില്ല. ഞാൻ മലയാളത്തിലാ പറഞ്ഞത്, ഞാനല്ല ചെയ്തതെന്ന്. അയ്യോ രക്ഷിക്കണേ. അയ്യോ ആരെങ്കിലും നടിച്ചുകൊണ്ടേ. അയ്യോ ഈ അടുത്താണ് നാട്ടിലെ പാടം കൊയ്തത്. അയ്യോ ഞങ്ങളെ എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തത്? അല്ലെങ്കിലേ അപകടത്തില. ഇനി ആ വാ തുറന്ന് കവിതയും കൂടെ ചൊല്ലി ബുദ്ധിമുട്ടിക്കല്ലേ കന്ന സാറേ. ഈ അവസ്ഥ വരാൻ കാരണം നിങ്ങൾ തന്നെയല്ലേ? ഞാൻ TV പ്രോഗ്രാം കണ്ടോണ്ട് പനീർ പക്കോട കഴിക്കുകയായിരുന്നു. നിങ്ങളല്ലേ കല്ലെറിഞ്ഞെന്നെ പുറത്തിറക്കിയത്. ഞാൻ കല്ലെന്ന് പറഞ്ഞില്ല. എന്തൊക്കെ വിവരക്കേടെ കന്ന സാറ് നിങ്ങൾ ഈ പറയുന്നത്? അത് ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞതായല്ലേ കുറ്റം. അപ്പൊ എന്റെ വീട്ടിലെ ജനലാരാ പൊളിച്ചത്? അതെനിക്കെങ്ങനെ അറിയാം? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമേ ഇല്ല. വേഗം രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. ഓഹോ, ഇനി ഞാനായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓഹോ, താങ്കൾക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? പൂവാലി പശു കാല് തീറ്റ തിന്നോ? എന്റെ കാല് കളഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയോന്നോ? പിടികൊടുക്കാതെ ഓടുന്നതാണ് നല്ലത്. ഓടിക്കോ. പിടിക്കോമാരെ. നീ എന്തിനാടാ കഴുതേ ഓടി വരുന്നത്? നിനക്ക് പറക്കാൻ കഴിയുമല്ലോ. നിങ്ങളുടെ കൂടെ നടക്കുമ്പോ ഞാൻ എപ്പോഴും ആ കാര്യം അങ്ങ് മറന്നുപോകും. ഞാൻ എന്തൊരു കഴുതേ. എനിക്ക് തോന്നുന്നത് മഹാരാജൻ നമ്മളെ അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടില്ലെന്നാണ്. ഇനി ഞാൻ പറന്നിട്ട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ എന്റെ നേർക്ക് കല്ലെറിയുന്നോ? ഇപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാം. അയ്യോ എന്റെ ഒരു കാല് ചെറുതായി പോയേ. ഞാൻ എന്ത് ചെയ്യേ? അയ്യോ എടാ ജാഗോ, അത് എന്റെ കാലാണ്. ഹണി, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ ദാ എല്ലാവരെയും പൂളിലേക്ക് തള്ളിയിടുവാണ്. എന്തായാലും നനഞ്ഞ ഡ്രസ്സിൽ ആരും ഭക്ഷണം കഴിക്കില്ല. മാത്രമല്ല എല്ലാവരുടെയും ഡ്രസ്സ് ഉണങ്ങി വരാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കാമല്ലോ. എന്റെ പൊന്നൂസേ, നിന്റെ ഐഡിയ കലക്കി. ഞാൻ ഐഡിയ തന്നായിരുന്നോ? ഞാൻ ഓരോ ഐഡിയ തരുമ്പോ എനിക്ക് മാത്രം എന്താ മനസ്സിലാവാത്തേ? ജോർദാറെ, ഇനി എല്ലാം നിന്റെ കയ്യിലാ. പറ്റുന്നത്ര വേഗത്തിൽ എല്ലാം റെഡിയാക്ക്. ബ്രദേഴ്സ്, ലെറ്റ്സ് എൻജോയ് പൂൾ പാർട്ടി. ഞായറാഴ്ച രാവിലെ എണീക്കാൻ എനിക്ക് മടിയാണ്. ഞാൻ പൂളിലേക്ക് ചാടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാ പിന്നെ റെയിൻ ഡാൻസ് ആകാം. അയ്യോ അയ്യോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കൊള്ളാം, അടിപൊളി. I am ready.
അടിപൊളി മ്യൂസിക് ആണല്ലോ. ഇവിടെ വരൂ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പാർട്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽ അടിച്ചു പൊളിച്ചതുപോലെ ഞാൻ ഒരു പാർട്ടിയിലും അടിച്ചു പൊളിച്ചിട്ടില്ല. ഞാൻ ഡാൻസ് കളിച്ചു, അതിനൊപ്പം എന്റെ മനസ്സും ഡാൻസ് കളിച്ചു. ഇലക്ട്രിക് ബാറ്റ് കൊണ്ട് അടിച്ചാൽ കൊതുക് ചാകും. ഡാൻസ് കളിച്ച് വല്ലാതെ ക്ഷീണിച്ചു. ഇനി ഞങ്ങൾ വീട്ടിൽ പോകും. അടികൈ. ഹണി, നീ എന്തായി ചെയ്തത്? ഞാൻ ദേ ഇവിടെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയാണ് മാഡം. എന്നെ കണ്ടിട്ട് നിനക്ക് ചെടിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ദേഹത്ത് എന്തിനാ വെള്ളം ഒഴിച്ചത്? ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല മാഡം. ഇപ്പൊ കള്ളം പറഞ്ഞു തുടങ്ങിയല്ലേ? അതെ ഖന്ന സാറേ, വിദേശത്തുള്ള ഒരു ഫ്രണ്ട് ഇന്നലെ എന്നെ വിളിച്ചല്ലോ. താങ്കൾ സോപ്പില്ലാതെ തന്നെ കുളിച്ചല്ലോ. അടികൈ. സാറിന് ചിരി വരുന്നുണ്ടല്ലേ? നാണമില്ലേ ഇങ്ങനെ നിന്ന് ചിരിക്കാൻ? സാരെന്തിനാ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത്? വെരി ബാഡ്. മാഡം അത് വെള്ളമല്ലേ? പക്ഷെ വെള്ളം ഒഴിച്ചിട്ട് സോറി പറയുന്നതിന് പകരം ഇദ്ദേഹം ചിരിക്കുവാണല്ലോ. അതിനിങ്ങനെ ചൂടാവുന്ന എന്തിനാ? ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ദാ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, എന്നെ കളിയാക്കാനും തുടങ്ങി. സത്യത്തിൽ എനിക്കാ തെറ്റുപറ്റിയത്. നല്ല അയൽവാസി എന്ന് പറഞ്ഞ് തലയിലേറ്റിക്കൊണ്ടാ നടന്നത്. എന്ത്? തലയിലേറ്റിക്കൊണ്ടോ? ആഹാ, താങ്കളുടെ കവിതകൾ നല്ലതല്ലെങ്കിലും പ്രശംസിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അഹങ്കാരം ഇച്ചിരി കൂടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുണ്ടാക്കിയ ഹൽവയും നന്നായിരുന്നു പ്രശംസിച്ചല്ലോ. കള്ളമായിരുന്നു. എന്നോട് കള്ളം പറഞ്ഞല്ലേ? താങ്കൾക്കറിയോ, താങ്കൾ ചൊല്ലുന്ന കവിതകൾക്കൊന്നും പരസ്പര ബന്ധമില്ല. ഇത് കേട്ട് എന്റെ തലയിൽ നിന്ന് പുകയാണ് വരുന്നത്. ഹൽവയാണെന്ന് പറഞ്ഞ് സാലഡാണ് കഴിക്കാൻ തന്നത്. എന്താ ഭായ്, ഇന്നെന്തായാലും പ്രത്യേകിച്ച് തോത്താറാമേ, ഇത് നിനക്ക് വേണ്ടിയാ. സംശയമുണ്ടോ? എന്റെ ഭായ്, താങ്ക് യു. പക്ഷെ ഇതിന്റെ ആവശ്യം തനിക്കാണല്ലോ. പറഞ്ഞോ. ഇന്ന് എത്ര നാണം കെടുത്താലും ഒരു പ്രശ്നവും ഇല്ല. അതെന്താ, ഇത് നാണം കെടുത്തുന്ന ദിവസമാണോ? അല്ല, ഇന്ന് ബർത്ത്ഡേയാ. ഓ, ഇത് നോക്ക്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. ശരി ഭായ്, ഹാപ്പി ബർത്ത്ഡേ. അല്ല, ആരുടെയാണ് ബർത്ത്ഡേ? ചേട്ടൻ ഇത് മറന്നുപോയോ? ഞാൻ റോസാപ്പൂവിന്റെ ബൊക്കെ കൊണ്ടുവരാനാ ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. എന്റെ ബർത്ത്ഡേയോ? പിന്നെ അല്ലാതെ, ഇന്ന് ഫെബ്രുവരി 2 ചേട്ടനെ പോലെ ശക്തിശാലിയും ബുദ്ധിശാലിയുമായ വളരെയധികം ധീരനായ ഒരു മഹാന്റെ ബർത്ത്ഡേ ആണെന്ന്. കിറ്റിറ്റ്, നീ പറഞ്ഞ ഡേറ്റ് ശരിയാണ്. പക്ഷേ മാസം മാറിപ്പോയി. അപ്പൊ നിന്റെ ബർത്ത്ഡേ 2-ാം തീയതി അല്ലേ? ശരിയാണ്, പക്ഷേ അതെ അടുത്ത മാസം ഉള്ളതാണ്. അയ്യോ, അബദ്ധം പറ്റി ചേട്ടാ, അബദ്ധം പറ്റി. പിന്നല്ലാതെ ഇന്ന് ദിവസം മുഴുവൻ കേക്ക് ഉണ്ടാക്കാൻ തന്നെ പോയി. അയ്യോ, അതിന്റെ കാര്യമല്ല, വലിയൊരു അബദ്ധം പറ്റി എനിക്ക്. എന്താ പറ്റിയത്? ഇന്ന് വൈകിട്ട് ഞാനൊരു സർപ്രൈസ് പാർട്ടി വെച്ചിട്ടുണ്ട്. എന്താ? അതെ, ഇവനടുത്ത് നാട്ടുകാരെ അയൽവാസികളൊക്കെ ഈ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ പാർട്ടി വെച്ചിരിക്കുന്നത് ഗാർഡൻ ഹോട്ടലിലെ ഗാർഡനിലാ. ചേട്ടാ, രാവിലെ എല്ലാരും വയറിളകാനുള്ള മരുന്ന് കഴിച്ചിട്ടിരിക്കുക, എല്ലാം വാരി വലിച്ച് തിന്നാനായിട്ട്. ഈ മണ്ടന്റെ വാക്ക് കേട്ട് DJ-കാർക്കും കാറ്ററിംഗുകാർക്കും ഓർഡർ കൊടുത്തു. എന്റെ ഭായ്, ഇവിടെ വരൂ. ഈ ദിവസം വളരെ നല്ലൊരു ദിവസമാണ്. എല്ലാ അതിഥികളും എത്തിയിട്ടുണ്ട്. പക്ഷേ ബർത്ത്ഡേ ബോയെ കാണുന്നില്ല. സാരമില്ല, നാട്ടുകാരും കൂട്ടുകാരും എല്ലാരും ഒന്നടങ്കം വന്നിട്ടുണ്ട്. നമുക്ക് പാർട്ടി ആരംഭിച്ചാലോ? കൊറോണ ശക്തമായിട്ട് പടർന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാരും വിശന്നിരിക്കുകയാണ്. അടികൈ. DJ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്, ഞാൻ ഡാൻസ് ചെയ്യാം. അല്ല, അത് പിന്നെ ദാ ചേട്ടൻ പറഞ്ഞില്ലേ, എന്നാ പിന്നെ പാർട്ടി തുടങ്ങാം നമുക്ക്. എന്തിന് തുടങ്ങാനാ? ഞാൻ DJ-കാരൻ കാറ്ററിംഗുകാരൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു. ചേട്ടാ, എനിക്ക് ഈ മാസം അടി കിട്ടുമെന്ന് എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇരിക്കട്ടെ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ ഒരു കാര്യം അങ്ങ് തീരുമാനിക്കേ, നീ എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുന്നോ അത് അവരുടെ കയ്യിൽ നിന്നോ? ചേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്കും ചേട്ടാ. എന്തായാലും ഇവരെല്ലാരും കൂടി നിന്നെ ഇടിച്ച് പപ്പട വെക്കും. പിന്നെ എങ്ങനെ രക്ഷിക്കാനാ? അവരേതായാലും നിന്നെ അടിക്കാൻ വരട്ടെ. ആരും നിന്നെ തൊടാതെ ഞാൻ നോക്കിക്കോളാം. എല്ലാരും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എന്റെ മോഹൻ ടൈറ്റാനിക് കപ്പലിൽ കയറാം. എന്നാ പാർട്ടി തുടങ്ങാം.
ബർത്ത്ഡേ അല്ലെങ്കിൽ കുഴപ്പമില്ല, പാർട്ടി നമുക്ക് നടത്താലോ. നിന്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? DJ ഇല്ല, ഫുഡൊന്നും ഇല്ല, പിന്നെ എങ്ങനെ പാർട്ടി നടത്തും? മ്യൂസിക് സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. മാത്രമല്ല ഈ പോപ്പറ്റിന്ന് DJ ആയി മാറും. മാത്രമല്ല ഡിന്നറിന് നമുക്ക് ഇവർക്ക് ജ്യൂസും ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കൊടുക്കാം. ചേട്ടാ, ഈ നാട്ടുകാർക്കൊന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഇവരെന്നെ ജ്യൂസ് ആക്കി കുടിക്കും. You people, this is DJ Popat. Are you ready? ചേട്ടാ, ഞാനിപ്പോ എന്താ ചെയ്യാ? കിക്കിറ്റേ, നീ നന്നായിട്ട് പ്രാർത്ഥിക്കേ, അല്ലെങ്കിൽ പിന്നെ നിന്റെ ഈ തലയെ ഞാൻ ഇടിച്ചു പിഴിഞ്ഞ് ഇടിച്ചമ്പതിയാക്കി മാറ്റാൻ പറഞ്ഞേക്കാം. യാത്രകൾ പലപ്പോഴും അടിച്ചു പൊളിക്കും. നല്ല മ്യൂസിക് ആണെങ്കിൽ അത് പാർട്ടി ആഹാരം കൊള്ളിക്കും. അടികൈ. ഇവിടെ വരൂ. ഈ പാർട്ടിയിൽ ഡാൻസ് കളിച്ച് കളിച്ച് എന്റെ കാലിന്റെ ഉപ്പൂറ്റിയിലെ ഉപ്പുമല കത്തിയഞ്ഞു പോയി. ഡാൻസ് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതോ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ? ഡോക്ടർ ബാലു, താങ്കൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണം. ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണം. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് വിശപ്പ് തുടങ്ങിയോ? അതെ, പക്ഷെ എല്ലാം റെഡിയാക്കി എടുക്കാൻ അരമണിക്കൂറെങ്കിലും വേണം. അവർക്കുള്ള ടൈം പാസ് ഞാൻ കൊടുക്കാം.